പിന്നെ ഈ വണ്ടി തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ടോപ്പ് വേരിയന്റ് അല്ല, തേർഡ് വേരിയന്റ് ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ടോപ്പ് ഹലോ. അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മളൊരു സിസുക്കിയുടെ ആക്സസ് സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റിവ്യൂ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഓൺ റോഡ് ആണ് നമ്മൾ ഓടിക്കുമ്പോൾ ചിലർ ഇത് എങ്ങനെയാണ്, ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തു. നമ്മളിത് ഓൺ റോഡ് കിട്ടിയപ്പോൾ നമുക്ക് 1,16 ആയിട്ടുണ്ട്, 1,16,000 ആയിട്ടുണ്ട്. പിന്നെ മൈലേജ് ആണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു 65ഒക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ 65ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു 45, 50 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി രണ്ടാമത്തെ സർവീസൊക്കെ ആകുമ്പോഴത്തെ മൈലേജ് കയറി വരും നമുക്ക് പ്രതീക്ഷിക്കാം. പെർഫോമൻസ്, പവറും കംഫർട്ടും ഭയങ്കര സൂപ്പറാണ്. ഒരു രക്ഷയില്ല. നല്ലതാണ് ഓടിക്കാനായിട്ട്. നമുക്ക് ലേഡീസിനാണേലും ജെൻസിനാണേലും ഓടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. സീറ്റിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നല്ല വിഡ്ത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇരിക്കാനാണെങ്കിലും സ്പേസ് ഉണ്ട്. 3 പേർക്ക് ഇരിക്കാനാണെങ്കിലും സ്പേസ് ഉണ്ട്. 3 പേർ ഉദ്ദേശിച്ച കുട്ടീനെ അട്ടടക്കി വെക്കണ കാര്യം ഉദ്ദേശിച്ചത്. പിന്നെ ഈ വണ്ടി തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ടോപ്പ് വേരിയന്റ് അല്ല, തേർഡ് വേരിയന്റ് ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ടോപ്പ് വേരിയന്റിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ തേർഡ് വേരിയന്റ് എടുത്തേക്കുന്നത്. ഇതിൽ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വണ്ടി എങ്ങോട്ടേക്കാണ് പോകണേ, എന്തോരമായി പെട്രോൾ ലെവൽ, അടുത്ത സർവീസ് എപ്പോഴാണ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ കീ ഇട്ട് തന്നെയാണ് ബാക്കിൽ പെട്രോളിന്റെ ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. കീ ഇട്ട് പുറകിൽ നമുക്ക് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതായത് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സ്റ്റാൻഡിൽ ഇരിക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ലാത്ത ഒരു നല്ല കാര്യമാണ്. ചിലർ മറന്നു പോകണവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഇത്. പിന്നെ ഇതിനകത്ത് ഫോൺ വെക്കാനായിട്ട് സെപ്പറേറ്റ് 2 ഹോൾഡർ ഒക്കെ വരുന്നുണ്ട്. ഫോണോ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളോ ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ പറയാൻ മറന്നു, ഈ വണ്ടി തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഡയറക്ഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹസാർഡ് ലൈറ്റ്, പാസ് ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതേതാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കീ ഇട്ട് തന്നെയാട്ടോ നമ്മുടെ ഈ പെട്രോൾ അടിക്കുന്ന സംഭവം ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ എഴുന്നേറ്റ് മാറുമൊന്നും വേണ്ട, ബാക്കിലായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാവുന്നതുണ്ട്. നമുക്ക് കീ ജസ്റ്റ് തിരിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.